പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ NCA വിജ്ഞാപനത്തിനെ കുറിച്ച് പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത്. വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കാറ്റഗറി നമ്പർ 82/2005 ഒന്നാം NCA വിജ്ഞാപനം. താഴെ പറയുന്ന തസ്തികയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം ഓൺലൈനായി അപേക്ഷകൾ ക്ഷണിക്കുന്നു. വകുപ്പ് വിദ്യാഭ്യാസം. ഉദ്യോഗപ്പേര് മ്യൂസിക് ടീച്ചർ, ഹൈസ്കൂൾ. ശമ്പളം 35,600 മുതൽ 75,400 രൂപ വരെ. ഒഴിവുകളുടെ എണ്ണം ജില്ലാടിസ്ഥാനത്തിലെ. കണ്ണൂർ ഒരൊഴിവ്. ഈ തസ്തികയ്ക്കായി 31/12/2019 ഗസറ്റിൽ കാറ്റഗറി നമ്പർ 526/2019 വിജ്ഞാപനം ചെയ്തതിനെ തുടർന്ന് പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിന്മേൽ സമുദായത്തിൽപ്പെട്ട യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ ലഭിക്കാത്തത് കൊണ്ടുള്ള ഒന്നാം NCA വിജ്ഞാപനമാണ്. അതായത് ഈ മ്യൂസിക് ടീച്ചർ, ഹൈസ്കൂൾ വിഭാഗത്തിലെ മ്യൂസിക് ടീച്ചറിൻ്റെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി നിലവിലുള്ളതാണ്. 31/12/2019 ഗസറ്റ് പ്രകാരം കാറ്റഗറി നമ്പർ 526/2019 ആയിട്ടാണ് ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഓൾറെഡി നിലവിലുള്ളതാണ്. അപ്പോൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭാവം മൂലം ആണ് ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ NCA വിജ്ഞാപനത്തിൻ്റെ പ്രത്യേകത ഞാൻ പല വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം തന്നെ പരീക്ഷ നടത്തി റിസൾട്ട് പ്രഖ്യാപിച്ച് റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് ഉടനെ തന്നെ പോസ്റ്റിംഗ് ഉണ്ടാകും. മറ്റ് സാധാരണ നോട്ടിഫിക്കേഷൻ വന്ന് പരീക്ഷ, ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് അങ്ങനെ വർഷങ്ങളുടെ താമസം ഉണ്ടാവില്ല. ഇത് വേഗം തന്നെ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിച്ച് ഉടനെ തന്നെ പോസ്റ്റിലേക്ക് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അർഹരായ ഉദ്യോഗാർത്ഥികൾ വേഗം തന്നെ സൈറ്റിൽ കയറിയിട്ട് അപ്ലൈ ചെയ്യുക. വൺ ടൈം രജിസ്ട്രേഷൻ എടുക്കാത്തവർ വേഗം തന്നെ അക്ഷയയിലോ അല്ലെങ്കിൽ സ്വയം തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ എടുത്തിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാം. അപേക്ഷകൾ കമ്മീഷൻ്റെ വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. അല്ലാതെയുള്ള അപേക്ഷ നിരുപാധികം നിരസിക്കുന്നതാണ്. ഈ വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം സമ്പന്ന സമുദായത്തിൽപ്പെടാത്ത ഉദ്യോഗാർത്ഥികൾ സമർപ്പിക്കുന്ന അപേക്ഷകൾ യാതൊരു അറിയിപ്പും കൂടാതെ നിരസിക്കുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് നിരസന മെമ്മോ അയക്കുന്നതല്ല. അതായത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമുള്ള ഒരു നോട്ടിഫിക്കേഷനാണ്. മറ്റ് വിഭാഗക്കാർക്ക് അപേക്ഷിക്കാനായിട്ട് അർഹതയില്ല. ഈ വിജ്ഞാപന പ്രകാരം കണ്ണൂർ ജില്ലയിലേക്ക് പ്രത്യേകം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. ഇപ്രകാരം തയ്യാറാക്കപ്പെടുന്ന NCA റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി റാങ്ക് ലിസ്റ്റ് നിലയിൽ വരുന്ന തീയതി മുതൽ ഈ തസ്തികയ്ക്ക് താഴെ പറയുന്ന തീയതിയിൽ പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ കാലയളവിൽ മേൽപ്പറഞ്ഞ സമുദായത്തിനായി നീക്കിവച്ചിട്ടുള്ള ഒഴിവുകളിൽ ആ സമുദായത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അഭാവത്തിൽ നികത്തപ്പെടാത്ത ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമന ശുപാർശ ചെയ്ത് നിയമനം നടത്തുന്നവരെ നിലയിലിരിക്കുന്നതാണ്. കണ്ണൂർ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച തീയതി 25/8/2023. കാറ്റഗറി നമ്പർ 526/2019. ഇനി ഇതിൻ്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെയാണ്. അത് നിങ്ങൾ സൈറ്റിൽ കയറിയിട്ട് നോട്ടിഫിക്കേഷനിൽ ഇത് PDF ഡൗൺലോഡ് ചെയ്തിട്ട് വായിച്ചെടുക്കണം. ബാക്കിയുള്ളത് വായിക്കാം. നേരിട്ടുള്ള നിയമന രീതിയാണ് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മാത്രം. പ്രായപരിധി 18 വയസ്സിനും 43 വയസ്സിനും. ഉദ്യോഗാർത്ഥികൾ 2/1/1982 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 തീയതികളിലും ഉൾപ്പെടെ. പൊതുവ്യവസ്ഥയിലെ പ്രകാരമുള്ള വയസ്സിളവ് ഉൾപ്പെടെ. യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്ന വ്യവസ്ഥയ്ക്ക് വിധേയമായി ഉയർന്ന പ്രായപരിധിയിൽ അനുവദിച്ചിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾക്ക് ഈ വിജ്ഞാപനത്തിൻ്റെ പാർട്ട് 2 പൊതുവ്യവസ്ഥകൾ നോക്കുക.
യോഗ്യതകൾ: കേരളത്തിലെ സർവകലാശാലകളിൽ നിന്ന് ലഭിച്ചതോ അംഗീകരിച്ചതോ ആയ മ്യൂസിക് ബിരുദം, അല്ലെങ്കിൽ കേരളത്തിലെ പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന SSLC പരീക്ഷ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന വോക്കൽ മ്യൂസിക്കിലുള്ള ഗാനപ്രവീണ ഓർ ഗാനഭൂഷണ പരീക്ഷ പാസ്സായിരിക്കണം, അഥവാ വയലിൻ ഓർ വീണയിലുള്ള ഗാനഭൂഷണ ഡിപ്ലോമ നേടിയിരിക്കണം. അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നൽകിയ മ്യൂസിക് സീനിയർ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ സെൻട്രൽ കോളേജ് ഓഫ് കർണാടിക് മ്യൂസിക് മദ്രാസിൽ നിന്ന് ലഭിച്ച സംഗീത വിദ്വാൻ ടൈറ്റിൽ, അല്ലെങ്കിൽ കേരള ഗവൺമെൻറ് പരീക്ഷാ കമ്മീഷൻ നൽകിയ ഗാനപ്രവീണ ഗാനഭൂഷണം മൃദംഗം, അല്ലെങ്കിൽ കലാമണ്ഡലത്തിൽ നിന്നും സംഗീതം ഉപവിഷയമായി നൃത്തത്തിൽ നേടിയിട്ടുള്ള ഡിപ്ലോമ. കേരള സർക്കാർ ഈ തസ്തികയ്ക്ക് നടത്തുന്ന കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് കാറ്ററ്റ് 4 പാസ്സായിരിക്കണം. എക്സെപ്ഷൻസ് ഉണ്ട്. MEd അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ CTET, NET, SET, MPhil, PhD യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളെ കാറ്ററ്റ് യോഗ്യത നേടിയിരിക്കണം എന്ന വ്യവസ്ഥയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. AGO നമ്പർ പ്രകാരം സർക്കാർ ഉത്തരവ് പ്രകാരം CTET പ്രൈമറി സ്റ്റേജ് ആൻഡ് എലിമെൻ്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്ററ്റ് കാറ്റഗറി 4 യോഗ്യത നേടലിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല. കുറിപ്പ്: GO പ്രകാരം സർക്കാർ ഉത്തരവ് പ്രകാരം കാറ്ററ്റിന് പകരം നിശ്ചയിച്ചിട്ടുള്ള MEd യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കേണ്ടതില്ല. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും സ്പെഷ്യൽ റൂൾസിൽ നിഷ്കർഷിക്കുന്ന യോഗ്യതകൾക്ക് തത്തുല്യമായി കമ്മീഷൻ നിശ്ചയിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യത ഓർ ഉയർന്ന യോഗ്യത സംബന്ധിച്ച് സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന നേരത്ത് ഹാജരാക്കേണ്ടതാണ്. പ്രായപരിധി നിയമനം ഇവ സംബന്ധിച്ച പ്രത്യേക ആനുകൂല്യങ്ങൾ അതൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട രീതി: ഉദ്യോഗാർത്ഥികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralapsc.gov.in വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രകാരം രജിസ്റ്റർ ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം സ്വന്തം പ്രൊഫൈലിലൂടെ അപേക്ഷിക്കേണ്ടതാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുമ്പോഴും പ്രസ്തുത തസ്തികയോടൊപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ലിങ്കിൽ അപ്ലൈ നൗവിൽ മാത്രം ക്ലിക്ക് ചെയ്യേണ്ടതാണ്. പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ 6 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത ഫോട്ടോയ്ക്ക് എടുത്ത തീയതി മുതൽ 10 വർഷക്കാലത്തേക്ക് പ്രാബല്യം ഉണ്ടായിരിക്കും. ഫോട്ടോ സംബന്ധിച്ച മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ മാറ്റമില്ല. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. പാസ്വേഡ് രഹസ്യമായി സൂക്ഷിക്കേണ്ടതും വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഉദ്യോഗാർത്ഥിയുടെ ചുമതലയാണ്. ഓരോ തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പും തൻ്റെ പ്രൊഫൈലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരങ്ങൾ ശരിയാണെന്ന് ഉദ്യോഗാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ്. കമ്മീഷനുമായുള്ള എല്ലാ കത്തിടപാടുകളിലും യൂസർ ID പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ്. കമ്മീഷന് മുമ്പാകെ ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ള അപേക്ഷ സ്വാഭാവികമായി സ്വീകരിക്കപ്പെടുന്നതാണ്. അപേക്ഷ സമർപ്പണത്തിന് ശേഷം അപേക്ഷയിൽ മാറ്റം വരുത്തുവാനോ വിവരങ്ങൾ ഒഴിവാക്കാനോ കഴിയുകയില്ല. ഭാവിയിലെ ഉപയോഗത്തിനായി ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയുടെ സോഫ്റ്റ് കോപ്പി ഓർ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മൈ ആപ്ലിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപേക്ഷ സംബന്ധമായി കമ്മീഷനുമായി നടത്തുന്ന കത്തിടപാടുകളിൽ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് കൂടി സമർപ്പിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതവസരത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ വിജ്ഞാപന വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി കാണുന്ന പക്ഷം നിരുപാധികമായി നിരസിക്കുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ജാതി, വയസ്സ് മുതലായവ തെളിയിക്കുന്നതിനുള്ള അസൽ പ്രമാണങ്ങൾ കമ്മീഷൻ ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാകും. ആധാർ കാർഡുള്ള ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകേണ്ടതാണ്.
അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 4/6/2025 ബുധനാഴ്ച രാത്രി 12 മണി വരെ. മേൽവിലാസം പറഞ്ഞതാണ്. ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയെടുക്കുക. ഒത്തിരി ഉണ്ട്. അപ്പോൾ ഫോട്ടോ, ID കാർഡ് ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് വിജ്ഞാപനത്തിൻ്റെ 2ാം ഭാഗത്ത് ചേർത്തിരിക്കുന്ന പൊതുവ്യവസ്ഥകൾ നിർബന്ധമായി വായിച്ചു നോക്കുക. അപ്പം നിങ്ങൾ അർഹരായ ഉദ്യോഗാർത്ഥികൾ വേഗം തന്നെ സൈറ്റിൽ കയറി നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്യുക. അപ്പം അടുത്ത തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.